Hey Danny, how did you come here? The children asked. My robo took me here, said Danny. Robo? But how? This is not just a wheelchair. This is a robot, Danny said. He can speak too. Hello friends, I'm Robo. Robo waved its hand. Hey Danny, how did you come here? ഇവർക്കൊക്കെ സംശയമായിരുന്നു എങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡാനി ഈ അടുത്ത സ്റ്റെയറിൽ എത്തും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഹേയ് ഡാനി, ഹൗ ഡിഡ് യു കം ഹിയർ? ഡാനി, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? കുട്ടികൾ ചോദിച്ചു. ദി ചിൽഡ്രൻ ആസ്ക്ഡ്. മൈ റോബോ ടുക്ക് മീ ഹിയർ, സെഡ് ഡാനി. എൻ്റെ റോബോയാണ് എന്നെ ഇവിടേക്ക് എടുത്തത്, ഡാനി പറഞ്ഞു. റോബോയോ? ബട്ട് ഹൗ? പക്ഷേ എങ്ങനെ? ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ വീൽ ചെയർ. ഇതൊരു നിങ്ങൾ കരുതുന്ന പോലത്തെ സാധാരണ ഒരു വീൽ ചെയർ അല്ല. ദിസ് ഈസ് എ റോബോട്ട്. ഇതൊരു റോബോട്ടാണ് എന്ന് ഡാനിയും പറഞ്ഞു. ഹി ക്യാൻ സ്പീക്ക് ടു. മാത്രമല്ല എന്താണ്, അവന് സംസാരിക്കാനും കൂടി കഴിയും. ഹലോ ഫ്രണ്ട്സ്, ഐ എം റോബോ എന്ന് റോബോ അവൻ്റെ കൈ വീശിക്കൊണ്ട് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഐ എം റോബോ, ഞാനാണ് റോബോ എന്ന്. ഹാവ് യു എവർ സീൻ എ സ്പീക്കിംഗ് റോബോട്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സംസാരിക്കുന്ന റോബോട്ട് കണ്ടിട്ടുണ്ടോ? ടി വിയിലൊക്കെ കണ്ടു കാണും അല്ലേ. Danny and Robo heard a loud noise from the ground. They saw some children looking up at the building top. Our cricket ball fell on the sunshade, the children said. ആ സമയത്താണ് ഡാനിയും റോബോയും ഒരു വലിയ ശബ്ദം കേൾക്കുന്നത്. എവിടുന്ന്? ഗ്രൗണ്ടിൽ നിന്ന്. ഇവർ മുകളിലാണല്ലോ, വേറെയുള്ള ഒരു ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കണേ, ലൗഡ് നോയ്സ് കേൾക്കുന്നുണ്ട് ഡാനിയും റോബോയും. ദേ സോ സം ചിൽഡ്രൻ ലുക്കിംഗ് അപ്പ് അറ്റ് ദ ബിൽഡിംഗ് ടോപ്പ്. അപ്പോൾ എന്താണ്, കുറച്ച് കുട്ടികളുണ്ട്. അവർ നമ്മുടെ ഡാനിയും റോബോയും കണ്ടത് എന്താണ്? ദേ സോ സം ചിൽഡ്രൻ ലുക്കിംഗ് അപ്പ് അറ്റ് ദ ബിൽഡിംഗ് ടോപ്പ്. ബിൽഡിംഗ് ടോപ്പിലേക്ക്, ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കുറച്ച് കുട്ടികൾ നോക്കി നിൽക്കുന്നത് കണ്ടു. അവർ ക്രിക്കറ്റ് ബോൾ ഫെൽ ഓൺ ദ സൺഷെയ്ഡ്. എന്താണ് പ്രോബ്ലം? അവരുടെ ക്രിക്കറ്റ് ബോള് സൺഷെയ്ഡിലേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്രിക്കറ്റ് ബോള് സൺഷെയ്ഡിലേക്ക് വീണിട്ടുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. റോബോ, ക്യാൻ യു ഹെൽപ്പ് ദം? ഡാനി ലുക്ക്ഡ് അറ്റ് റോബോ വിത്ത് എ സ്മൈൽ. ജസ്റ്റ് എ മിനിറ്റ്. വിർ. റോബോസ് റൈറ്റ് ഹാൻഡ് ഗ്രൂ ലോങ്. He took the ball from the sunshade and threw it to the children. Here is your ball. Wow, Robo, you are our hero. The children clapped their hands. അപ്പോൾ നമ്മുടെ ഡാനി ചോദിച്ചു, റോബോ, ക്യാൻ യു ഹെൽപ്പ് ദം? റോബോ, നിനക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഡാനി ലുക്ക്ഡ് അറ്റ് റോബോ വിത്ത് എ സ്മൈൽ. ഒരു പുഞ്ചിരിയോടെ ഡാനി റോബോയെ നോക്കി. ജസ്റ്റ് എ മിനിറ്റ്. അത് പറഞ്ഞപ്പോൾ നമ്മുടെ റോബോ എന്താ പറഞ്ഞത്? ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക ശബ്ദം, വിർ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കി. റോബോസ് റൈറ്റ് ഹാൻഡ് ഗ്രൂ ലോങ്. അവൻ്റെ വലത്തേ കൈ, നമ്മുടെ റോബോയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ വലത് കൈ വലുതായി, നീളത്തിൽ വലുതായി. ഗ്രൂ ലോങ്. ഗ്രോ വളരുക, ഗ്രൂ വളർന്നു. ഗ്രോൻ്റെ പാസ്റ്റാണ് ഗ്രൂ. അപ്പോൾ ലോങ് ആയി, നീണ്ടുപോയി വലത്തേ കൈ അല്ലേ. ഫോട്ടോയിൽ കാണുന്നില്ല, പിക്ചറിൽ കാണുന്നില്ലേ? ഹീ ടുക്ക് ദ ബോൾ ഫ്രം ദ സൺഷെയ്ഡ്. എന്നിട്ട് സൺഷെയ്ഡിൽ നിന്നും അവന് ആ ബോള് എടുത്തു. ഹീ ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. ടേക്കാണ് എടുക്കുക, ടേക്കിൻ്റെ പാസ്റ്റാണ് ടുക്ക്. ഹീ ടുക്ക് ദ ബോൾ ഫ്രം ദ സൺഷെയ്ഡ്. എവിടെ നിന്നാണ് എടുത്തത്? ഫ്രം ദ സൺഷെയ്ഡിലാണല്ലോ വീണ് കിടക്കുന്നത്. ആൻഡ് ത്രൂ ഇറ്റ് ടു ദ ചിൽഡ്രൻ. എന്നിട്ട് അത് കുട്ടികളുടെ നേരേക്ക് എറിഞ്ഞു. ത്രൂ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. ത്രോ എറിയുക, ത്രൂ പാസ്റ്റാണ്, ത്രൂ എറിഞ്ഞു. ഹിയർ ഈസ് യുവർ ബോൾ. ഇതാ നിങ്ങളുടെ ബോൾ, ഇതാന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. വാവ്, റോബോ, യു ആർ അവർ ഹീറോ. അപ്പോൾ കുട്ടികളും പറഞ്ഞു തുടങ്ങി, എന്ത്? റോബോ, നീ ഞങ്ങളുടെ ഹീറോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിൽഡ്രൻ ക്ലാപ്പ് ദ ഹാൻഡ്സ്. കുട്ടികൾ അവരുടെ കൈകൾ അടിക്കുകയാണ് ചെയ്യുന്നത്. ഇഫ് യു ഗെറ്റ് എ റോബോട്ട്, വാട്ട് വിൽ യു ആസ്ക് ഹിം ഫേസ്റ്റ്? അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഒരു റോബോട്ടിനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും അവനോട് ആദ്യം ചോദിക്കുക? എന്തെങ്കിലും കാര്യം എന്തൊക്കെയായിരിക്കും എന്ന് പറയണേ. അടുത്തത്, റോബോ ഹെൽപ്പ് ഡാനി ഇൻ ഡൂയിങ് മെനി തിങ്സ്. ഹീ ടുക്ക് ഡാനി ടു ദ സ്കൂൾ, ഹോസ്പിറ്റൽ, മാർക്കറ്റ് ആൻഡ് എവ്രിവർ. വൺ ഈവനിങ് ഡാനി വാണ്ടഡ് ടു ഗോ ടു എ ഹിൽ ടോപ്പ്. അപ്പോൾ നമ്മുടെ റോബോ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഡാനിയെ പല കാര്യങ്ങളിലും ചെയ്തു കൊടുക്കുന്നുണ്ടായത്. പല കാര്യങ്ങളും റോബോ ഡാനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
റോബോ ഹെൽപ്പ് ഡാനി ഇൻ ഡൂയിങ് മെനി തിങ്സ്. പല കാര്യങ്ങളും ചെയ്യുന്നതിൽ റോബോ ഡാനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹി ടുക്ക് ഡാനി ടു ദ സ്കൂൾ. അവൻ എവിടെയൊക്കെ കൊണ്ടുപോകും? സ്കൂളിൽ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മാർക്കറ്റിൽ, അങ്ങനെ എവിടെയെല്ലാമോ അവിടെയൊക്കെ നമ്മുടെ ഡാനിയെ കൊണ്ടുപോകുന്നത് റോബോയാണ്. വൺ ഈവനിങ്, ഒരു വൈകുന്നേരം, ഡാനി വാണ്ടഡ് ടു ഗോ ടു എ ഹിൽ ടോപ്പ്. ഡാനിക്ക് ഒരു കുന്നിൻ മുകളിൽ പോകാൻ വേണ്ടിയിട്ട് തോന്നി, അല്ലേ? അവൻ ആഗ്രഹിച്ചു. ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? എങ്ങനെയായിരിക്കും റോബോ ഡാനി ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് എ മിനിറ്റ്, റോബോ സെഡ്. സൂപ്പ് സൂപ്പ് സൂപ്പ്. 2 wings popped out from its sides. Climb on my back, said Robo. Hold on to me tight. Here we go. Zoom. Robo flew up with Danny. ഒരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റോബോ വേറൊരു സൗണ്ട് ഉണ്ടാക്കുകയാണ്. സൂപ്പ് 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 എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്തുണ്ടായി? 2 wings popped out from its sides. 2 ചിറകുകൾ 2 സൈഡിൽ നിന്നുമായിട്ട് എന്തു ചെയ്തു? 2 സൈഡിൽ നിന്നായിട്ടും അപ്പിയർ ചെയ്തു എന്നാണ്. പോപ്ഡ് ഔട്ട് എന്നാണ് അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു, അല്ലേ? 2 wings, 2 ചിറകുകൾ, പോപ്ഡ് ഔട്ട് ഫ്രം ഇറ്റ് സൈഡ്സ്, അതിൻ്റെ സൈഡ്സിൽ നിന്ന്, വശങ്ങളിൽ നിന്നായിട്ട് പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു. ക്ലൈംബ് ഓൺ മൈ ബാക്ക്, സെഡ് റോബോ. എൻ്റെ മേലെ കയറിക്കോ. ഹോൾഡ് ഓൺ ടു മീ ടൈറ്റ്, നന്നായി പിടിച്ചോ. ഹിയർ വി ഗോ, നമ്മളിതാ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂം, റോബോ ഫ്ലൂ അപ്പ് വിത്ത് ഡാനി. റോബോ ഡാനിയോട് കൂടെ പറന്നു പോവുകയാണ് ചെയ്തത്. വാട്ട് തിങ്സ് വിൽ ഡാനി സീ ഇൻ ഹിസ് ജേർണി? ഇങ്ങനെ ഒരു കുന്നുമുകളിലേക്ക് പറന്നു പോകുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ കാഴ്ചകളായിരിക്കും കണ്ടതെന്ന് ഓർത്ത് നോക്കൂ. Robo and Danny flew above the treetops and houses. People were moving like small ants. We are on the hilltop, said Robo. He flew down slowly. They sat on a small rock there. അപ്പോൾ റോബോ ആൻഡ് ഡാനി ഫ്ലൂ എബോവ് ദ ട്രീ ടോപ്സ് ആൻഡ് ഹൗസസ്. നമുക്കറിയാം, വലിയ കുന്നിൻ്റെ മുകളിലൊക്കെ പോകുമ്പോൾ കുറേ മരങ്ങളുടെ മുകളിൽ കൂടെയും വീടുകളുടെ മുകളിലൂടെ ഒക്കെ ആയിരിക്കും പറക്കേണ്ടി വരിക, അല്ലേ? റോബോയും ഡാനിയും ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു. എബോവ് ദ ട്രീ ടോപ്സ് വലിയ മരങ്ങളുടെ മുകളിലൂടെ, ഉയരങ്ങളിലൂടെ, ആൻഡ് ഹൗസസ്, വീടുകളിൽ ഒക്കെ ഉയരങ്ങളിലൂടെ പറന്നു. പീപ്പിൾ വർ മൂവിങ് ലൈക്ക് സ്മോൾ ആൻഡ്സ്. നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പം ആളുകളൊക്കെ എന്തായി തോന്നും? കുഞ്ഞ് ഉറുമ്പുകളെ പോലെയൊക്കെ തോന്നില്ലേ? അതുപോലെ ഇവിടെ പീപ്പിൾ വർ മൂവിങ് ലൈക്ക് സ്മോൾ ആൻഡ്സ്. ആളുകളൊക്കെ കുഞ്ഞു ഉറുമ്പുകളെ പോലെയാണ് ഇവർക്ക് തോന്നിച്ചത്. വി ആർ ഓൺ ദ ഹിൽ ടോപ്പ്, സെഡ് റോബോ. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഹിൽ ടോപ്പിലെത്തി, കുന്നുമുകളിലെത്തി, മലമുകളിലെത്തി എന്ന് പറയുകയാണ്. ഹി ഫ്ലൂ ഡൗൺ സ്ലോലി. എന്നിട്ട് അവർ അത് പറഞ്ഞുകൊണ്ട് അവൻ മെല്ലെ താഴെ ഇറങ്ങുകയാണ്. താഴെ മീൻസ് ഹിൽ ടോപ്പിലേക്ക് ഇറങ്ങുകയാണ്. ദേ സാറ്റ് ഓൺ എ സ്മോൾ റോക്ക് ദർ. അങ്ങനെ അവരവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പാറയിൽ ഇരുന്നു. വാട്ട് വിൽ ഡാനി ആൻഡ് റോബോ സീ ദർ? എന്തൊക്കെയായിരിക്കും ആ കുന്നുമുകളിൽ ഇരുന്നു കൊണ്ട് ഇവർ കണ്ടിട്ടുണ്ടാവുക, ഡാനിയും റോബോയും? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. The sun looked like a big red ball. Birds were flying in the orange sky. Wow, amazing, exclaimed Danny. The red glow from the sun fell on him. The sun touched the sea. It slowly went down. Danny hugged Robo and said, Robo, dear, I will never forget this evening in my life. But the sun looked like a big red ball. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് പറയുന്നത്. സൂര്യൻ എങ്ങനെയാണ് തോന്നിക്കുന്നത്? സൂര്യൻ നോക്കുമ്പോൾ ലൈക്ക് എ ബിഗ് റെഡ് ബോൾ, വലിയൊരു ചുവന്ന പന്തിനെ പോലെ തോന്നിച്ചു സണ്ണിനെ നോക്കുമ്പോൾ, സൂര്യനെ നോക്കുമ്പോൾ, അല്ലേ? ബേർഡ്സ് വർ ഫ്ലൈങ് ഇൻ ദ ഓറഞ്ച് സ്കൈ. കുറേ പക്ഷികളൊക്കെ നല്ല ഓറഞ്ച് കളറാണ്. കാരണം സണ്ണിൻ്റെ ആ ലൈറ്റ് കൊണ്ട് സ്കൈ എല്ലാം ഓറഞ്ച് കളറായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഓറഞ്ച് സ്കൈയിൽ നമ്മുടെ ഒരുപാട് പക്ഷികൾ പറന്നു പോകുന്നുണ്ട്. വാവ്, അമേസിങ്, എക്സ്ക്ലെയിം ഡാനി. ഡാനിക്ക് ഭയങ്കരമായ അതിശയം തോന്നി. കാരണം ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടിയാണ് ഈ ഇത്രയും ഒരു നല്ലൊരു അനുഭവം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അമേസിങ് ആണ് എന്നൊക്കെ കുട്ടി പറയാണ്. ദ റെഡ് ഗ്ലോ ഫ്രം ദ സൺ ഫെൽ ഓൺ ഹിം. സൂര്യനിൽ നിന്നുള്ള ചുവന്ന തെളിച്ചം അല്ലെങ്കിൽ തിളക്കം എന്തായി? ഇവരുടെ മേലേക്ക് വീഴുന്നുണ്ടായിരുന്നു, പതിക്കുന്നുണ്ടായിരുന്നു. ദ സൺ ടച്ച്ഡ് ദ സീ. സൂര്യൻ ആരെ തൊടുന്നുണ്ടായിരുന്നു? നമ്മുടെ കടലിനെ. SEA, സീ എന്ന് പറഞ്ഞാൽ കടലാണ് കേട്ടോ കുട്ടികളെ. ദ സൺ ടച്ച്ഡ് ദ സീ. കടലിനെ തൊടുന്നുണ്ടായിരുന്നു ആര്? സൂര്യൻ, സൺ. ഇറ്റ് സ്ലോലി വെൻ ഡൗൺ. പിന്നീട് അത് മെല്ലെ താഴ്ന്നു, അല്ലെങ്കിൽ മെല്ലെ ഇറങ്ങി.
ഡാനി ഹഗ്ഡ് റോബോ ആൻഡ് സെഡ്, ഈ കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഡാനി റോബോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, റോബോ ഡിയർ, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഈവനിങ് ഇൻ മൈ ലൈഫ്. ഞാൻ ഒരിക്കലും തന്നെ ഈ വൈകുന്നേരം, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ വൈകുന്നേരത്തെ ഞാൻ ഈ ഈവനിങ്ങിനെ, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ്ങിനെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഡാനി റോബോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്. Danny and Robo sat on the hilltop watching the evening sea. Danny, what are you thinking? You have one more wish, right? May I say that? Asked Robo. Can you? Asked Danny. Look at my screen. The picture of a boat sailing in the sea appeared on the screen. You are right, Robo. അപ്പോൾ അടുത്ത ആഗ്രഹം എന്താണെന്ന് നോക്കാം. ഡാനി ആൻഡ് റോബോ സാറ്റ് ഓൺ ദ ഹിൽ ടോപ്പ്. അവർ നമ്മുടെ ആ ഹിൽ ടോപ്പിൽ ഡാനിയും റോബോയും ഇരിക്കുന്ന സമയത്ത് വാച്ചിങ് ദ ഈവനിങ് സീ, വൈകുന്നേരത്തെ നമ്മൾ നേരത്തെ കണ്ടു, ആ ഈവനിങ്ങിൻ്റെ ഭംഗിയുള്ള നമ്മുടെ കടലിനെയും വാച്ച് ചെയ്തുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് അവരിയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡാനി, വാട്ട് ആർ യു തിങ്കിങ്? അപ്പോൾ നമ്മുടെ റോബോ ചോദിക്കാം, ഡാനി നീ എന്താ ചിന്തിക്കുന്നത്, എന്താ നീ ആലോചിക്കുന്നത്? യു ഹാവ് വൺ മോർ വിഷ്, റൈറ്റ്? നിനക്കൊരു ആഗ്രഹം കൂടെ ഇല്ലേ, ശരിയല്ലേ? മേ ഐ സേ ദാറ്റ്? ആസ്ക്ഡ് റോബോ. ഞാനത് പറയട്ടെ എന്ന് റോബോ ചോദിക്കുകയാണ്. ക്യാൻ യു? നിനക്ക് പറയാൻ കഴിയുമോ? ആസ്ക്ഡ് ഡാനി ചോദിച്ചു. ലുക്ക് അറ്റ് മൈ സ്ക്രീൻ. അപ്പോൾ റോബോ നമ്മുടെ ഡാനിയുടെ മനസ്സിലെ വിഷും കൂടെ കണ്ടെത്തുകയാണ്, ആഗ്രഹം കൂടെ പറയാണ്. എൻ്റെ സ്ക്രീനിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദ പിക്ചർ ഓഫ് എ ബോട്ട് സെയിലിംഗ് ഇൻ ദ സീ അപ്പിയർഡ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ അങ്ങനെ ആ റോബോ ഒരു സ്ക്രീന് കാണിച്ചു. ആ സ്ക്രീനിൽ എന്താണ് തെളിയുന്നത്? ദ പിക്ചർ ഓഫ് എ ബോട്ട്, ഒരു ബോട്ടിൻ്റെ ചിത്രമാണ്. സെയിലിംഗ് ഇൻ ദ സീ അപ്പിയർഡ് ഓൺ ദ സ്ക്രീൻ. ഒരു കടലിൽ സവാരി ചെയ്യുന്ന അല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യുന്ന ഒരു ബോട്ടിൻ്റെ പിക്ചറാണ് നമ്മുടെ റോബോയുടെ സ്ക്രീനിൽ തെളിഞ്ഞത്. അപ്പോൾ ഇതല്ലേ നീ ആഗ്രഹിച്ചതെന്ന് ചോദിക്കണം. യു ആർ റൈറ്റ് റോബോ എന്നാര് പറയണ്? നമ്മുടെ ഡാനി പറയും, യു ആർ റൈറ്റ് റോബോ, നീ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെയാണെന്നുള്ള രീതിയിൽ യു ആർ റൈറ്റ് റോബോ, നീ അത് പറഞ്ഞത് ശരിയാണെന്ന് റോബോയോട് ഡാനി പറയുന്നു. വേർ വിൽ റോബോ ടേക്ക് ഡാനി? അപ്പോൾ ഇനി എങ്ങോട്ടായിരിക്കും ഡാനിയെ റോബോ കൊണ്ടുപോകുന്നത്? ബ്യൂട്ടിഫുൾ പിക്ചറാണ്. അഗെയിൻ നോക്കൂ. ഗെറ്റ് അപ്പ്, ക്ലൈംബ് ഓൺ മൈ ബാക്ക് സെഡ് റോബോ. എഴുന്നേൽക്ക്, എൻ്റെ ബാക്കിൽ കയറിക്കോ എന്ന് റോബോ പറയാണ്. ഇൻ എ മിനിറ്റ് ദേ റീച്ച് ദ സീ ഷോർ. അങ്ങനെ ഒറ്റ നിമിഷത്തിൽ അവരെവിടെ എത്തി? കടൽ തീരത്തെത്തി. വിർ വിർ. റോബോ ചേഞ്ച്ഡ് ഹിംസെൽഫ് ഇൻ ടു എ ബോട്ട്. അങ്ങനെ റോബോ എന്തായി മാറി? ബോട്ടായി മാറി. ദ ബോട്ട് ലോഞ്ച്ഡ് ഇൻ ടു ദ സീ. അങ്ങനെ കടലിലെത്തി നമ്മുടെ ബോട്ട്. ഇറ്റ് സൂംഡ് ഓവർ ദ സീ സ്പ്ലാഷിംഗ് വാട്ടർ അറൗണ്ട്. അത് ഇങ്ങനെ സൂം ചെയ്തു. ഓവർ ദ സീ, കടലിൽ ഇങ്ങനെ ഓടിക്കളിച്ചു. സ്പ്ലാഷിംഗ് വാട്ടർ അറൗണ്ട്, എല്ലായിടത്തും വെള്ളം തെറിപ്പിച്ചുകൊണ്ട്. വാട്ട് ആർ ദേ ഗോയിങ്, വേർ ആർ ദേ ഗോയിങ് നൗ? ഇവരെവിടേക്കാണ് ഇപ്പം പോകുന്നത് നോക്കാം. നല്ല ഭംഗിയുണ്ട് അല്ലേ പിക്ചർ കാണാൻ? ഓക്കെ.